ആ സമയത്ത് നിങ്ങൾ എന്തനുഭവിക്കുന്നു ആ അനുഭവം എപ്പോഴും ഉണ്ടാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിന് എന്ത് വേണം? ക്രോധം ഉണ്ടായിട്ട് ദേഷ്യം ഉള്ളിൽ വന്നിട്ട് തിരുമേനിയോടല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചിട്ട് വലിച്ച സമയത്ത് മുകളിലേക്ക് നോക്കിയതാണ്. തൊട്ട സമയത്ത് മുകളിൽ കണ്ടുതറ ഭഗവാനെ. യശോദാമ്മയുടെ പ്രിയപ്പെട്ട, ഞാൻ ഈ യശോദാമ്മ എന്ന് പറയാൻ തുടങ്ങിയത് ഇപ്പൊ ഈ അടുത്ത കാലത്ത്. പണ്ടൊക്കെ യശോദ എന്ന് പറയും. ഒരു ഭാഗവത സപ്താഹ വേദിയിൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4-5 തവണ യശോദ എന്ന് പറഞ്ഞപ്പോ അവിടെ അലങ്കരിക്കാൻ തൂക്കിയിട്ടുള്ള അടക്കന്റെ തലയിൽ വീണിട്ടുണ്ട് കൊണ്ട്. ഭഗവാൻ പറഞ്ഞു, റെസ്പെക്ട് ചെയ്യണം, എന്റെ അമ്മയാണ്, അമ്മ എന്നോട് ചേർത്ത് വിളിച്ചോളണം എന്നാണ് പറഞ്ഞത്. അന്നോട്ട് യശോദാമ്മ എന്ന് പറയാൻ അങ്ങനെ വല്ലാണ്ട് മറക്കാറില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം ഗുരുവായൂർ. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് പൂർണ്ണത്രയീശൻ, സന്താന ഗോപാലമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. അദ്ദേഹത്തെ ഏറ്റവും അധികം സ്നേഹിച്ച ഈ തൃപ്പൂണിത്രക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. എത്ര പേർക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം? എനിക്ക് അറിഞ്ഞൂടാ. ആഞ്ഞം മാധവൻ നമ്പൂതിരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും ആഞ്ഞത്തിന്റെ സമകാലീനായിട്ടുള്ള ഒരാള്, തൃപ്പൂണിത്തറ കോവിലകത്ത് തന്നെ ജനിച്ചിട്ടുള്ള ഒരാള്, ആഞ്ഞത്തിനെ പോലെ തന്നെ ആദ്യകാലത്ത് ഗുരുവായൂരപ്പനിൽ ഒരു വിശ്വാസം ഇല്ലാണ്ട് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ട് മാറിയിട്ടുള്ള ഒരാള്. തൃപ്പൂണിത്തറക്കാര്, ഞാൻ നിങ്ങളോടൊരു കാര്യം, എന്റെ അറിവ് ശരിയാണെങ്കിൽ ക്രോസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ, ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നലക്ഷ്മി ഹാളിൽ നടക്കുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദ ഊട്ട് തുടങ്ങി വെച്ചത് ഒരു തൃപ്പൂണിത്തറക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ആ കാര്യത്തിൽ തൃപ്പൂണിത്തറക്കാരൻ തുടങ്ങിയത്. ഇന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ ആൾക്കാരും, ഞാൻ നേരത്തെ പറഞ്ഞ രസകാളൻ ഉൾപ്പെടെ ഒന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓടിയെത്തുന്നത് തുടങ്ങി വെച്ചത്, അന്ന് ഇത്ര കണ്ട് വിഭവമൊന്നുമില്ല, അത് തുടങ്ങി വെച്ചത് തൃപ്പൂണിത്തറ ഉള്ള ആളാ. ആരാത്? എത്ര പേര് കേട്ടിട്ടുണ്ട് കാശി അപ്പൻ തമ്പുരാനെ കുറിച്ച്? നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ നാട്ടുകാരനാണ്. കേട്ടിട്ടുണ്ടോ? കേൾക്കണം. ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു അദ്ദേഹം. ഭക്തി കൂടി 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 ഗുരുവായൂരപ്പനെ എങ്ങനെയാണോ വില്ലുമംഗലം, എങ്ങനെയാണോ കുറൂരമ്മ നേരിട്ട് കണ്ടിരുന്നത്, അതുപോലെ കാണാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് പല ആളുകളും ഗുരുവായൂർ പ്രദേശത്തൊക്കെ അദ്ദേഹം എന്തോ വെറുതെ ഇങ്ങനെ ഭോഷ്ക്ക് പറഞ്ഞു നടക്കണു, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, കിളി പോയി, അദ്ദേഹത്തിന് രസാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞത് കേട്ട് ഈ തൃപ്പൂണിത്തറനുള്ള മറ്റൊരു ബ്രാഹ്മണൻ, അദ്ദേഹം ഗുരുവായൂർ പോയപ്പോ കാശിയപ്പൻ തമ്പുരാനെ കണ്ടു. കാശിയപ്പൻ തമ്പുരാനെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ഉപദേശ രൂപത്തിൽ പറഞ്ഞു, തിരുമേനി, അങ്ങ് എത്ര വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കോവിലകത്തുനിന്ന് അദ്ദേഹത്തിന് മാസച്ചെലവിന് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണ പൈസ കൊണ്ട് അദ്ദേഹം തുടങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഗുരുവായൂരത്തെ അന്നദാനം. ഓർത്തു വെച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി, എല്ലാവരും അങ്ങേ പരിഹസിക്കുന്നു, അങ്ങ് എത്ര വലിയൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്, എത്ര വലിയൊരാളാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഈ ഭ്രാന്ത എന്നുള്ള വിളി കേൾപ്പിക്കാനായിട്ട് ഇവിടെ നിൽക്കണോ? അങ്ങക്ക് വിഷമാവണില്ലേ ഈ വിളി കേൾക്കുമ്പോ? ഇങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ടു എന്നൊക്കെ ഉറക്കെ പറയാതിരുന്നൂടെ? എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് നാമം ജപിച്ച് കഴിഞ്ഞു കൂട്ടിയാ പോരെ എന്ന് പറഞ്ഞു എന്നാണ്. ഇദ്ദേഹം പറയണതൊന്നും കേൾക്കാതെ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് എന്തോ ഒരു വെളിപാടുണ്ടായ പോലെ ഈ മനുഷ്യനെ തട്ടിയിട്ടിട്ട് കാശിയപ്പൻ തമ്പുരാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൂടെ ഓടിയെന്നാണ്. അതാ ഓടൂ എന്ന് പറഞ്ഞിട്ട്, അയ്യോ അതാ ചാടി മതിലിന്റെ മുകളിൽ കയറി, അതിപ്പോ വീഴുവനോ എന്ന് പറഞ്ഞ് കൊള്ളണം തുടങ്ങി, ഉറക്കെ ഒച്ച വയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം മതിൽ, നിങ്ങൾ ആ ഭഗവതിക്കെട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങി വരണ ആ ഭാഗത്തുള്ള മതിലായിരുന്നു പറയാ, അത് കൂടെ ഓടിയിത്ര അദ്ദേഹം. അതാ മതിലിന്റെ മുകളിൽ കൂടെ ഓടുന്നു, ആരെങ്കിലും പിടിക്കുന്നതുകൊണ്ട്. പിന്നെ തിരിച്ച് അമ്പലത്തിങ്ങനെ ഓടിയിട്ട് പറഞ്ഞു, അതാ കൊടിമരത്തിന്റെ മുകളിൽ കയറിപ്പോയി. എന്നിട്ട് 2 കൈയും കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചാട് കണ്ണാന്നുണ്ട്. ഈ പാവം തിരുമേനി ഉപദേശിക്കാൻ പോയ ആൾക്ക് തോന്നുന്നു, നല്ല ആളെ ഞാൻ ഉപദേശിച്ചു. ക്രോധം ഉണ്ടായിട്ട് ദേഷ്യം ഉള്ളിൽ വന്നിട്ട് തിരുമേനിയോടല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചിട്ട് വലിച്ച സമയത്ത് മുകളിലേക്ക് നോക്കിയതാണ്. തൊട്ട സമയത്ത് മുകളിൽ കണ്ടുതറ ഭഗവാനെ. എപ്പോഴാണോ കാശിയപ്പൻ തമ്പുരാന്റെ കൈ പിടിച്ചത്, ആ ഉപദേശിക്കാൻ പോയ ആള് കണ്ടു മുകളില്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു. ആണ് ഗുരുവായൂരപ്പന്റെ മഹത്വം. 2 കൈയും കാട്ടിങ്ങ നിൽക്കാത്രേ. ആഞ്ഞൊക്കെ പറയും, കൊടിമരത്തിന്റെ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരപ്പന്റെ സ്വഭാവം ഉണ്ടെന്ന് പറയുക. ഈ കൊടിമരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഉഴുന്നിറങ്ങുക, വികൃതി.
അപ്പൊ ആഞ്ഞൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കത്ര, രണ്ട് കൈയും കാണിച്ചിട്ട് കാശ്യപ്പൻ തമ്പുരാനൊക്കെ. അപ്പൊ പാവപ്പെട്ട ഭക്തരൊക്കെ ഒന്ന് ചോദിക്കത്ര, തിരുമേനി എന്തിനാ എങ്ങനെ നിൽക്കണേ? അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള മറുപടി ഉണ്ട്, സച്ചിദാനന്ദ കട്ടയാണ്, താഴെ വന്ന് പിടിക്കാലോ. അതിനെ കിട്ടുമ്പോ കിട്ടുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ്, സന്തോഷം. എത്രയോ ആളുകൾ ഒരു പൈസ ഇല്ല, ഉടുക്കാൻ നേരാവണ്ണം ഡ്രസ്സില്ല, ബന്ധുക്കളില്ല, എന്നാലും അവര് ഹാപ്പിയാ. ഒറ്റ വാചകം കൊണ്ട്. ഏത് വാചകം? എനിക്ക് എന്റെ ഗുരുവായൂരപ്പനുണ്ട്. അത് മതി. ആ വാചകത്തിന് വേണ്ടി, അത് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രയത്നം മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാനെ നമുക്കൊക്കെ, നമ്മളൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, ഓടി ചെന്ന് തൊഴുതു വരാം. എനിക്കും നിങ്ങൾക്കൊക്കെ ആ പ്രിവിലേജസ് ഉണ്ട്. എത്രയോ ആളുകൾ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത ആളുകൾ ഈ പ്രപഞ്ചത്തിൽ എത്ര പേരുണ്ട് നിങ്ങൾക്കറിയാം. ഞാൻ എന്റെ അനിയന്റെ ചോറൂടിന് എന്റെ 2ാമത്തെ വയസ്സിൽ ഗുരുവായൂർ പോയിട്ട്, ഞാൻ പിന്നെ ഗുരുവായൂർ പോകുന്നത് എനിക്ക് 19 വയസ്സായിട്ടാണ്. ഇന്ന് ഗുരുവായൂരപ്പൻ ആഴ്ചയ്ക്ക് വിളിപ്പിക്കുന്നു. 23-ാം തീയതി നന്ദഗോവിന്ദൻ ഭജൻസിന്റെ കൂടെ ഗുരുവായൂർ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നു. അപ്പൊ അതൊക്കെ ഗുരുവായൂരപ്പൻ തരുന്ന. പണ്ട് ഏതോ ഒരു പ്രോഗ്രാമിന് എന്റെ പേര് നോട്ടീസ് അടിച്ചപ്പോ വ്യാസൻ ഗുരുവായൂർ എന്ന് അതിന്റെ കൂടെ എഴുതി. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്റെ വീട് ഗുരുവായൂരല്ല, എന്റെ വീട് മണ്ണാർക്കാടാണ്. അപ്പൊ ആ കമ്മിറ്റിക്കാരൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കി തന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്ന് അങ്ങനെ വെച്ചോളൂ. ആത്യന്തികമായിട്ട് അദ്ദേഹം ഉള്ളൂ നമുക്ക്. അദ്ദേഹം തന്നെയാണ് ഈ അകത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഭേദഭാവത്തിൽ കാണരുത്. ആ ഗുരുവായൂരപ്പനെ ഒരിക്കലും, എനിക്ക് എറണാകുളത്തെ ഒരു അമ്മ കഴിഞ്ഞ അഷ്ടമിരോഹിണിക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഷ്ടമിരോഹിണി ഉണ്ടായിരുന്നത് സെപ്റ്റംബറിലായിരുന്നു. ആ അമ്മ എനിക്ക് മെസ്സേജ് അയച്ചത്, വ്യാസം ഞാൻ ഡിസംബറിൽ ഗുരുവായൂർ പോകുന്നുണ്ടെന്നാണ്. അമ്മയ്ക്ക് അപ്പോഴേ പോകാൻ പറ്റുള്ളൂ, അമ്മയ്ക്ക് അതിനുള്ള അവസ്ഥയുള്ളൂ, ഓടിപ്പോകാൻ പറ്റില്ല, കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം നോക്കിയപ്പോൾ ഞാൻ ഇൻബോക്സ് അങ്ങനെ നോക്കാറില്ല. ഈ അമ്മ കൗണ്ട് ഡൗൺ പോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി 12 ദിവസം, ഇനി 11 ദിവസം, ഇനി 10 ദിവസം. ലാസ്റ്റ് എത്തിയ സമയത്തൊക്കെ ഞാൻ എന്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും. കാരണം ബാഗ് പാക്ക് ചെയ്തു, ഉറങ്ങാൻ കിടക്കണു, ഉറക്കം വരുന്നില്ല, പോരായി, കുളിച്ചു, പിന്നെ അങ്ങോട്ട് മെസ്സേജ് ഇല്ല. എനിക്ക് അറിഞ്ഞൂടെ അമ്മയ്ക്ക് എന്ത് വെച്ചിരുന്നു. ഗുരുവായൂരപ്പൻ ആ അമ്മയെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ഗുരുവായൂരപ്പന്റെ കൂടെ നിന്നാന്ന് കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു രാത്രി 12 മണി മുതൽ 4 മണി വരെ കണ്ടിന്യൂസ് ഓരോ മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ ഇവിടെ എത്തി, ഇത് അപ്പൊ ഞാൻ കാണും, ഇപ്പൊ ഞാൻ കാണും, ഇപ്പൊ ഞാൻ കാണും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മനുഷ്യനുണ്ട്. പണ്ട് ഗുരുവായൂരനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വലിയ ദീപസ്തംഭത്തിന്റെ അവിടെ നിന്ന് ഒന്ന് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അപ്പുറത്തെ തലയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് നോക്കാറില്ലേ? ചില സമയത്ത് ഈ ഉച്ചപൂജ അലങ്കാരമൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒരു കറുത്തൊരു രൂപം മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഒന്നും കാണില്ല. വേറെ ഒരു തിലകം ഉണ്ടാവും, അപ്പോഴും ആ തിലകം കടന്ന് തിളങ്ങും. അത്രയും മതി. ആ സമയത്ത് നിങ്ങൾ എന്തനുഭവിക്കുന്നു, ആ അനുഭവം എപ്പോഴും ഉണ്ടാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിന് എന്ത് വേണം? ദയവായി ഗുരുവായൂർ മാത്രമാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന് കരുതരുത്. കാശ്യപ്പൻ തമ്പുരാൻ, തൃപ്പൂണിത്തുറക്കാരനായിട്ടുള്ള അദ്ദേഹം എത്രയോ വർഷക്കാലം ഗുരുവായൂർ താമസിച്ച് തിരിച്ച് ഗുരുവായൂരിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവരും നമസ്കരിക്കുക. അദ്ദേഹത്തിന് വലിയ വിഷമായി, എല്ലാവരും എന്നെ നമസ്കരിക്കണം ഗുരുവായൂരപ്പനുള്ളപ്പോൾ. അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് പോകാൻ നോക്കിയപ്പോ ഗുരുവായൂരത്തെ ആൾക്കാരൊക്കെ വളഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അത്രേ ഇവിടെ നിന്ന് പോയാൽ അങ്ങേക്ക് ഉറക്കം വരുമോ? ഗുരുവായൂരപ്പനെ പിരിഞ്ഞ് അങ്ങേക്ക് എങ്ങനെ ഇരിക്കാൻ സാധിക്കും? ഗുരുവായൂരപ്പനെ കാണാതെ അങ്ങേക്ക് ഇരിക്കാൻ പറ്റുമോ? ഒറ്റ വാചകം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളോട് ആര് പറഞ്ഞു ഗുരുവായൂരപ്പൻ ഇവിടെ മാത്രമേ ഉള്ളൂ? അതാണ് ആ കോൺഫിഡൻസ് ഉണ്ടാവണം. ഒപ്പം അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ ആരും ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണ്ടാന്ന്. നിങ്ങൾ എവിടെ വിളിച്ചോ അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ട്. പിന്നെ നിങ്ങൾ ഗുരുവായൂർക്ക് വരണം. അതിനെ ഞാൻ ഗുരുവായൂർക്ക് പോണേ, എന്തിനാ ആഴ്ചയ്ക്ക് പോകണമെന്ന് എന്നോട് ചോദിക്കരുത്. നിങ്ങൾ ഗുരുവായൂർക്ക് വരേണ്ടത് എന്തിനാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നു, ഇവിടെ നടക്കുന്ന ആധ്യാത്മിക സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ, ഇവിടെ നടക്കുന്ന നാമജപ സദസ്സുകളിൽ പങ്കെടുക്കാൻ, ഇവിടെ നടക്കുന്ന ഭഗവാന്റെ ശീവേലി കാണാൻ, ഇവിടെ കൊടുക്കുന്ന ഭഗവാന്റെ പ്രസാദം ഇട്ട് കഴിക്കാൻ, അതിനൊക്കെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അല്ലാണ്ട് കാണുക അതിന് മാത്രം ഇവിടെ വരണ്ട. നിങ്ങൾ എവിടെ വിചാരിച്ചോ അവിടെ ഭഗവാൻ ഉണ്ട്. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത്, ഇവിടെ തൃപ്പൂണിത്തുറയിലോ അല്ലെങ്കിൽ ഗുരുവായൂരോ ബദ്രിയിലോ ദ്വാരകയിലോ വൃന്ദാവനത്തിലോ ഒന്നും പോവാൻ എനിക്ക് പറ്റില്ലല്ലോ ഭഗവാനെ. ഒരിക്കലും അങ്ങനെ കരുതാതിരിക്കുക. നമ്മുടെ വീടും നമ്മുടെ അടുക്കളയും ഭൂലോക വൈകുണ്ഠാണെന്ന് കരുതുക. അവിടേക്ക് വിളിക്കുക ഗുരുവായൂരപ്പനെ, ഓടി വരും. നേരത്തെ ഇവിടെ വൈഷ്ണവ് വായിച്ചല്ലോ, ഉണ്ണിക്കണ്ണാവായോ എന്നുള്ള കീർത്തനം. അതുപോലെ വിളിച്ചാൽ അദ്ദേഹം ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരും.
ഭഗവാന്റെ ഭാര്യ ലക്ഷ്മി ഇടയ്ക്ക് ഭഗവാനോട് ചോദിക്കത്ര എന്നോടാണോ കൂടുതൽ ഇഷ്ടം എന്ന്. ഭഗവാൻ ചിരിക്കുള്ളൂ. എനിക്ക് എന്റെ ഭക്തര് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. ഞാൻ എന്റെ ഭക്തന്റെ ദാസന്റെ 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 ദാസനാണെന്നാണ്. അവിടെ ടോക്കൺ സിസ്റ്റം വരികയെ, ടോക്കൺ സിസ്റ്റം പോവേ, മീനമാസം 1-ാം തീയതി നിർമ്മാല്യം തൊഴാൻ ബെഞ്ച് മറിച്ചിടേ, വട്ടവർ എന്താന്ന് വെച്ചാൽ നടന്നോട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ ബാധിക്കുന്ന വിഷയം നമ്മളും ഗുരുവായൂരും തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് ഗുരുവായൂരപ്പൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അല്ലെ. ഞാൻ വരുമ്പോ അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഒരേ സമയം നോക്കൂ. നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഇവിടെ ശിവനെ തൊഴാം, അപ്പുറത്ത് കൃഷ്ണനെ തൊഴാം. ആത്യന്തികമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ ഭഗവാനെ കാണാം.